വളരെ അനുഗ്രഹിതമായ ഈ സന്ധ്യാസമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിനം കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ആയിരിക്കാനും ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാനും ഒക്കെ കർത്താവ് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. രാത്രി ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരക്കേറിയ ജോലി മേഖലകളുടെ സമയങ്ങൾ വേർതിരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ ദൈവങ്ങളൊക്കെ കാണിക്കുന്ന വലിയ താല്പര്യത്തിനായി സ്തോത്രം. കർത്താവ് പ്രതിഫലം നൽകി എല്ലാവരെയും ആദരിക്കുമാറാകട്ടെ. എല്ലാവരും കർത്താവിൽ ബലപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിലെ വേദഭാഗങ്ങളാണ് ഇന്നലെ രാത്രി ചിന്തയ്ക്കായി നമ്മൾ വായിച്ച് ധ്യാനിച്ചു തുടങ്ങിയത്. ആ വേദഭാഗത്തിലേക്ക് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടി ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കുമല്ലോ. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ വചനങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കുന്നത് വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യാൻ വേണ്ടിയാണ്. റോമാലേഖനത്തെ കുറിച്ചുള്ള ചില ചിന്തകൾ ഇന്നലെ രാത്രി നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവസരം നൽകി. ഇന്നലെ രാത്രി ഇല്ലാത്തവർക്ക് വേണ്ടി അതിന്റെ ഒരു ചുരുക്കം ഒന്ന് പറഞ്ഞ് ഇന്ന് രാത്രി കർത്താവ് നൽകിയ വചനം തുടർന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം പൗലോസ് എഴുതിയത് പൗലോസ് സ്ഥാപിച്ച ഒരു സഭയോടല്ല, മറിച്ച് പൗലോസിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ട് ദൈവത്തിന്റെ വചനം ഉൾക്കൊണ്ട് റോമിൽ കടന്നുപോയി സഭ സ്ഥാപിച്ച അനേക സഹോദരന്മാരുണ്ടായിരുന്നു. അവരിലൂടെയാണ് ദൈവസഭ ആരംഭിക്കപ്പെട്ടത്. പൗലോസ് ഒരു റോമ പൗരനായിരുന്നുവെങ്കിലും പൗലോസിനെ പോലെ പത്രോസിനെ പോലെ അപ്പോസ്തലന്മാർക്ക് അന്നത്തെ പ്രധാന സാമ്രാജ്യമായ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരത്തിൽ കാലുവെക്കാനോ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനോ അവിടെ താമസിക്കാനോ ഒന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കാരണം ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയ മതം ഇല്ലീഗലായി നിയമ വിരുദ്ധമായി പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലമാണ് ആ കാലം എന്ന് പറയുന്നത്. നീറോ എന്ന ഒരു ഭരണാധികാരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഡൊമീഷ്യൻ എന്നൊരു ഭരണാധികാരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തിയ ഭരണാധികാരികളാണ് ഇവർ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം ക്രിസ്തീയ മതം ഇല്ലീഗലായി അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം പ്രചരിപ്പിക്കുന്നതിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരിൽ ഒരാൾക്ക് പോലും റോമിൽ വരാനോ സുവിശേഷം പറയാനോ ഭവനങ്ങളിൽ പാർക്കുവാനോ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനോ ഒന്നും കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തുറന്നോസിന്റെ പാഠശാലയിൽ വെളിച്ചം ലഭിച്ച വചനം പഠിച്ച ചില ദൈവമനുഷ്യരാണ് റോമിൽ വന്ന് ദൈവത്തിന്റെ സഭ സ്ഥാപിച്ചതെന്ന് പൊതുവെ ചരിത്ര രേഖകൾ നമ്മൾ മനസ്സിലാക്കിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എത്ര പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഇന്നലെ രാത്രി ചിന്തിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. അതിന് അപ്പോസ്തലന്മാർ വേണ്ടിയിരുന്നില്ല, മറിച്ച് ആ ഭരണാധികാരികൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുകയും അങ്ങനെ ആ പട്ടണത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ ദൈവത്താൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രതികൂലങ്ങളൊന്നും ദൈവാത്മാവിന്റെ ഒരു വിഷയമല്ല. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ഏത് പട്ടണത്തിലും പ്രവർത്തിക്കാൻ ഇന്നും ദൈവത്തിന് കഴിയുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് റോമ സഭ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, വെല്ലുവിളികളോ തടസ്സങ്ങളോ അത് മനുഷ്യർക്ക് വലുതാണെങ്കിലും ദൈവത്തിന്റെ മുൻപിൽ ഈ അസാധ്യതകളൊന്നും ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വിഷയമല്ല. അസാധ്യതകളാണ് സാധ്യതകളുടെ മേഖലകളായി ദൈവം അതിനെ മാറ്റുവാനിടയായി തീരുന്നത്. അപ്പോൾ യെരൂശലേമിൽ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടത് ഒരു അത്ഭുതത്തിലൂടെയാണ്, ഇല്ലേ? മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിക്കൊണ്ടാണ് അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടത്. ശമരിയിൽ, ഗലാത്യയിൽ, ഫ്രുഗിയിൽ ഒക്കെ സഭ സ്ഥാപിക്കപ്പെട്ടത് അത്ഭുതങ്ങളിലൂടെയാണ്, അടയാളങ്ങളിലൂടെയാണ്, വീര്യപ്രവർത്തികളിലൂടെയാണ്. അവരിതുവരെ കാണാത്ത സൗഖ്യങ്ങളാണ് അവിടെ അനേക മനുഷ്യർ വിശ്വസിച്ച് യേശുവിലേക്ക് തിരിഞ്ഞത്. ഇതൊന്നും റോമിലില്ലായിരുന്നു. ഒരത്ഭുതമോ ഒരടയാളമോ ഒരു വീര്യപ്രവർത്തിയോ ഒന്നുമില്ല. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ അവിടെ ഇല്ലായിരുന്നു. ആ ഒരു നിഴൽ തട്ടുമ്പോൾ സൗഖ്യം വ്യാപരിക്കുന്ന ശുശ്രൂഷ റോമിൽ വെളിപ്പെട്ടില്ല. പക്ഷെ ഇതൊന്നും ദൈവത്തിന്റെ തടസ്സമല്ലായിരുന്നു. ദൈവത്തിന് ഇതൊന്നും വേണ്ട എന്നൊരു സഭ സ്ഥാപിക്കാൻ ആ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മൾ ഇന്നും ആശ്രയിക്കുന്നത്. ഓ, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. തികച്ചും
തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലാണ് റോമിൽ സഭ സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ എങ്കിലും ആ റോമിലെ ചർച്ച ഒരു അണ്ടർഗ്രൗണ്ട് ചർച്ച ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ആദ്യ സമയങ്ങളിലൊക്കെ ഒരു ഹോളിൽ കൂടി ഇരുന്ന് ആരാധിക്കാനോ ഇതുപോലെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സ്തുതിക്കാനോ ഒന്നും കഴിയുമായിരുന്ന സാഹചര്യം അല്ല അവിടെ ഉണ്ടായിരുന്നു. മറിച്ച് പാറകളുടെ പിളർപ്പുകൾ അവർ കൂടി വരുമായിരുന്നു. ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ അണ്ടർഗ്രൗണ്ട് ചർച്ചുകൾ എന്നറിയപ്പെടുന്ന ഭൂമിക്കടിയിൽ പാറയ്ക്കകത്ത് വെട്ടിയെടുത്ത സ്ഥലങ്ങൾക്കകത്ത് അവർ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ഇന്നത്തെ പോലെ ശ്വാസമൊന്നും ലഭിക്കാതിരുന്ന ഒരു സമയം, പ്രോപ്പർ വെന്റിലേഷൻ ഒന്നുമില്ല. ചില ചരിത്രഭാഗങ്ങൾ രേഖപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സ്തോത്രം വെന്റിലേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ശ്വാസ തടസ്സം തന്നെ ഉണ്ടാകുന്ന സമയങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യമൊക്കെ എത്ര വലിയതല്ലേ? നമുക്ക് സന്തോഷമുണ്ടോ? അത്രയും മനോഹരമായ ഹോളിനകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കാനൊക്കെ ദൈവം നമുക്ക് അവസരം തരുമ്പോ ഇവിടെ ഇരുന്ന് ആരാധിച്ചില്ലെങ്കിൽ ഇതിന് വില കൊടുത്ത ഒരു തലമുറ ഇതിന്റെ മുൻപിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രതിഫലം ദൈവം തന്ന അവരെ ഉണക്കും. കാരണം അവർ ഒത്തിരി ത്യാഗം സഹിച്ചു. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ഈ ശബ്ദം പുറത്തു പോയാൽ അറസ്റ്റ് ചെയ്യപ്പെടും. അത്ര വലിയ കൊടിയ മർദ്ദനങ്ങൾക്കിടയിലാണ് റോമിൽ ദൈവത്തിന്റെ സഭ സ്ഥാപിക്കപ്പെടുവാനിടയായി തീർന്നത്. അപ്പം ഈ വെല്ലുവിളികൾക്ക് മുൻപിലും അസാധ്യതകളുടെ മുൻപിൽ ചില സാധ്യതകളെ സൃഷ്ടിച്ചെടുത്ത് ദൈവസഭ റോമിൽ സ്ഥാപിക്കപ്പെടുകയാണ്. പക്ഷെ ആ സഭയോടാണ് ഏറ്റവും വലിയ ലേഖനം പൗലോസ് എഴുതുന്നത്, അല്ലേ? ആ സഭയ്ക്ക്. അപ്പം ആ സഭയ്ക്ക് എഴുതുമ്പോൾ അതിനകത്ത് പ്രധാനമായി പറയുന്ന വാക്യമില്ലാത്ത നമ്മൾ ചിന്തിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും 8:28 നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ റോമിലെ സഭയെ കുറിച്ച് ഞാൻ ഇന്നലെ രാത്രി ഓർപ്പിച്ചപ്പോൾ 3 വിഭാഗം ആളുകളാണ് ആ സഭയിൽ ഉണ്ടായിരുന്നത്. 3 വിഭാഗം ആളുകൾ. നമ്മളെപ്പോലെ ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹമല്ല, ഒരു സംസ്കാരത്തിൽ നിന്ന് വന്ന ഒരു സമൂഹമല്ല. നമ്മളൊക്കെ മലയാളം അല്ലെങ്കിൽ കേരള സംസ്കാരത്തിൽ നിന്ന് വന്ന ദൈവമക്കളാണ്. നമ്മുടെ സംസ്കാരം ഒന്നാണ്, നമ്മുടെ ജീവിത ശൈലികൾ ഏകദേശം സിമിലറാണ്, നമ്മുടെ ഭാഷ ഒന്നാണ്. പക്ഷേ തികച്ചും വ്യത്യസ്തമായ 3 ശൈലികളിൽ നിന്ന് വന്ന ഒരു സമൂഹമാണ് ആ സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ സമൂഹം ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചത് യഹൂദന്മാരിൽ നിന്ന് ഒരു കൂട്ടം ജനം വിശ്വസിച്ച് യേശുവിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അപ്പൊ ആ സഭയിൽ ഉണ്ടായിരുന്ന 3 കാറ്റഗറി വ്യക്തികളിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് യഹൂദന്മാര്, യഹൂദന്മാരിൽ വിശ്വസിച്ച് കർത്താവിലേക്ക് കടന്നു വന്ന ഒരു സമൂഹം. 2 വളരെ ഉന്നത കുലീനന്മാർ ഉണ്ടായിരുന്ന ഒരു സഭയാണ് റോം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ജഡ്ജിമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അന്നത്തെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ നിന്ന ഒരു ചെറിയ കൂട്ടത്തെ സഭയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ആകർഷിക്കുവാനിടയായി. അപ്പോൾ അങ്ങനെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന, വളരെയധികം സാലറി മേടിക്കുന്ന, ഗവൺമെന്റ് സാലറി മേടിക്കുന്ന, നോബിൾസ്റ്റ് ആയിട്ടുള്ള, അതിന്റെ ഒരു വാക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, അരിസ്റ്റോക്രാറ്റുകളായി വളരെ സമൂഹത്തിൽ ഉന്നത സ്വാധീനമുള്ള വ്യക്തികളെ സഭയ്ക്കകത്തേക്ക് ദൈവം കൊണ്ടുവന്നു. അവരാണ് രണ്ടാമത്തെ സമൂഹം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു സമൂഹത്തെ കുറിച്ച് ഇന്നലെ രാത്രി ഓർപ്പിച്ചു. അവർ അടിമകളാണ്. ദൈവത്തിന്റെ സ്തോത്രം. റോമിൽ ഒത്തിരി അടിമകൾ ഉണ്ടായിരുന്നു. എല്ലാ ഭവനങ്ങളിലും 15ഓ 20ഓ അടിമകൾ. സാലറി ഇല്ലാത്ത, പ്രോവിഡന്റ് ഫണ്ട് ഇല്ലാത്ത, ഗ്രാറ്റുവിറ്റി ഇല്ലാത്ത, ലീവ് സാലറി ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു അടിമകൾ. അടിമ എന്നും അടിമയാണ്. ഒരു വ്യക്തിയുടെ അടിമയായ ജീവിതത്തിന്റെ അവസാനം വരെ, മരിക്കുന്നത് വരെ ഒരടിമയാണ്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനോ സംസാരിക്കാനോ അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ രക്ഷയുടെ സന്തോഷം അവരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇടുവാനിടയായി തീർന്നു. ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണെന്നൊരു സത്യം ജനം ഏറ്റെടുത്തപ്പോൾ ഏറ്റവും അധികം ആവേശത്തോടെ വിശ്വാസത്തിലേക്ക് വന്നത് ഈ അടിമകളായിരുന്നു. കാരണം ഡോക്ടർമാരുടെ കൂടിയിരുന്ന്, ജഡ്ജിമാരുടെ കൂടിയിരുന്ന് ആരാധിക്കാൻ കഴിയുന്ന ഒരു ആരാധന ക്രമീകരണം അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയുമായിരുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഒരുമിച്ചിരുന്ന് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവരുമായി അടിമകൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കത് ഭാവനയെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഏറ്റവും അധികം ഈ സുവിശേഷം ആകർഷിച്ചത് ഈ മൂന്നാമത്തെ ഗ്രൂപ്പിനെയാണ്. കാരണം അവർക്ക് ഒരിക്കലും ലഭിക്കില്ലാത്ത പ്രിവിലേജുകൾ, ലഭിക്കില്ലാതിരുന്ന പദവികൾ, തുല്യത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുവാനിടയായി. എല്ലാത്തിലേക്കും സമർപ്പിച്ച സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ദൈവത്തിന്റെ സ്തോത്രം. ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വളരെ വാചാലമായി ദൈവമക്കളോട് സംസാരിക്കുവാനിടയായി. അങ്ങനെ ഈ 3 സമൂഹം ആളുകൾ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും ആകർഷിച്ച സുവിശേഷം എന്ന് പറയുന്നത്
പറയുന്നത് അവർ കാത്തിരുന്നത് ഒരു മഷികയ്ക്ക് വേണ്ടിയാണ്. നീതിയോടെ ഭരിക്കുന്ന, നീതിയോടെ ലോകത്തെ വിധിക്കുന്ന, ഒരു ലോക ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്ന, ഇന്നുള്ള സാമ്രാജ്യങ്ങളെ തച്ചുടയ്ക്കുന്ന, ഇന്നുള്ള ഭരണാധികാരികളെ കാൽക്കീഴാക്കുന്ന, ദൈവത്തിന്റെ സ്തോത്രം, നീതിയോടെ ലോകത്തെ ഭരിക്കാൻ പോകുന്ന ഒരു മഷികയുടെ വരവിന് വേണ്ടി അവർ കാത്തിരുന്നത്. യേശു ക്രിസ്തു മഷിക എന്ന് ദൈവത്തിന്റെ സ്തോത്രം വിശ്വാസികൾ തെളിയിച്ചപ്പോൾ അതിൽ വലിയ ആകർഷണം അവരുടെ ഹൃദയത്തിലുണ്ടായി. അവർ ഈ മാർഗത്തിലേക്ക് ഈ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരാൻ കാര്യം യേശു ക്രിസ്തു മഷിക എന്ന് അവർ വിശ്വസിക്കുവാനിടയായി. ഇനി രണ്ടാമത്തെ ഒരു സമൂഹമുണ്ട്, വളരെ ഉന്നത ശ്രേണിയിലുള്ള ഒരു സമൂഹം ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അവരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ദൈവത്തിന്റെ സ്തോത്രം സത്യം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഉയർച്ചയുണ്ട്, മാന്യതയുണ്ട്, നന്മയുണ്ട്, വിടുതലുണ്ട്. ഈ സുവിശേഷങ്ങൾ പല സ്ഥലങ്ങളിൽ നടന്ന സുവിശേഷത്തിന്റെ ശക്തിയെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ അവരുടെ കാതുകളിൽ മുഴങ്ങി. രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, അത്ഭുതങ്ങളെ ചെയ്യുന്ന, ദൈവത്തിന്റെ സ്തോത്രം ഭാവി പറയുന്ന, ഭാവിയെ ക്രമീകരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അവരെന്ത് ചെയ്തു? അവരെ ഏറ്റവും അധികം ആകർഷിച്ചത് പണമല്ല. കാരണം അവർക്ക് പണമുണ്ട്, അവർക്ക് സ്വാധീനമുണ്ട്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന വിടുതലുകളാണ് അവരെ എന്ത് ചെയ്തത്? യേശുവിലേക്ക് ആകർഷിച്ചത്. ഇനി അടിമകളെ ആകർഷിച്ചത് ഈ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം തന്നെയാണ്. അങ്ങനെ ഈ മൂന്ന് കാറ്റഗറി ആളുകളുമായി ചേർന്നാണ് റോമസഭ സ്ഥാപിക്കപ്പെട്ടതും സഭ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ മൂന്ന് കാറ്റഗറി ആളുകൾ വരുമ്പം എന്തുണ്ടാകും? ഓട്ടോമാറ്റിക്കലി ഒന്നും ഉണ്ടാകില്ല. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? സ്തോത്രം. ഈ മൂന്ന് കാറ്റഗറി ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ വെല്ലുവിളിയാണ്. കാരണം മൂന്ന് സമൂഹ ശൈലികളിൽ, വ്യത്യസ്ത രീതികളിൽ ജനിച്ചു വളർന്ന് കാഴ്ചപ്പാടുകൾ വേറെ, ആത്മീയ നിലവാരങ്ങൾ വേറെ, സന്തോഷം വേറെ. ദൈവത്തിന്റെ സ്തോത്രം. ആ നിലവാരത്തിൽ ഈ മൂന്ന് കാറ്റഗറി ആളുകളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നത് വളരെ വെല്ലുവിളിയാണ്. എങ്കിലും സഭയെ ദൈവം വളർത്തി, സഭയെ ദൈവം വളർത്തി. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അപ്പോസ്തലനും കാലുകുത്താത്ത ആ പട്ടണത്തിൽ സഭയെ വളർത്തി. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ സഭയെ വളർത്താൻ ഒരു പാസ്റ്റർ പോലും വേണമെന്നില്ല, ഒരു അപ്പോസ്തലൻ പോലും വേണമെന്നില്ല. ദൈവത്തിന് ഇതൊക്കെ കഴിയും. ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. സഭയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളർത്തുവാനിടയായി തീർന്നു. അപ്പം ഈ വളർച്ച പ്രാപിച്ചപ്പോൾ വലിയ പ്രതീക്ഷകളുമായി ദൈവസന്നിധിയിൽ വന്ന ജനത്തിനെതിരെ കൊടിയ പീഡകൾ ഗവൺമെന്റ് അഴിച്ചുവിടുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന്, ആ മതം ഇല്ലീഗലാണ്, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, പെർമിഷൻ ഇല്ല. അപ്പം ഈ സഭ വളർന്നപ്പോൾ ഒരു കൊച്ചു മുറിക്കകത്ത് സഭയെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഒതുക്കാൻ പറ്റിയില്ല. ഒരു കൊച്ചു മുറിക്കകത്ത് ആദ്യം 10 or 20 പേരിരുന്ന് ആരാധിച്ച സ്ഥലത്ത് സഭ വളർന്നപ്പോൾ ഒരു കൊച്ചു മുറിക്കകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? ആരാധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അന്നൊക്കെ അവരെ ആരാധിച്ചത് ഗുഹകളില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഗുഹകളിൽ ആരാധിക്കാൻ പറ്റാതെ അപകടം മണക്കുമ്പോൾ അവർ തെരഞ്ഞെടുത്ത ഒരു സ്ഥലം എന്നത് മോർച്ചറികളാണ്, കല്ലറകളാണ്. എല്ലാവരും ഇവിടെ ഉണ്ടോ? കല്ലറകൾ അടുത്ത് പോയി. കാരണം അവിടെ കാര്യം എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അപ്പൊ ഈ കല്ലറകളിലൊക്കെ പോയിരുന്ന അവര് യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു എന്നൊക്കെ ഇന്നത്തെ ഭാഷയിൽ അവർ പാടാൻ തുടങ്ങിയത്. സന്തോഷമുണ്ടോ? നമ്മളെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ അവരെ കുറിച്ച് 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളെ കുറിച്ച്. പക്ഷേ ഈ മോർച്ചറികളിലൊക്കെ അവർ പോയിരുന്ന് ദൈവത്തെ എന്ത് ചെയ്തു? എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടാം, എപ്പോ വേണമെങ്കിലും അടിക്കപ്പെടാം. ദൈവത്തിന്റെ സ്തോത്രം. പിടിക്കപ്പെട്ടാൽ ഒറ്റ ശിക്ഷയുള്ളൂ, ചിരച്ഛേദം ചെയ്യും. എല്ലാവരും ഇവിടെ ഉണ്ടോ? പക്ഷെ ഈ പ്രതികൂലങ്ങൾക്കകത്തും സഭയെ ദൈവം വളർത്തും. പക്ഷേ ആ വളർച്ച മുന്നോട്ട് പോയപ്പോൾ പിശാച് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ നിലകളിലൊക്കെ എന്ത് ചെയ്തു? പ്രവർത്തിക്കാൻ തുടങ്ങി. മാനസികമായി, ശാരീരികമായി, ആത്മീയമായി ജനത്തെ ഇല്ലായ്മ ചെയ്യത്തക്ക നിലയിൽ, അവരുടെ ആത്മീയ സന്തോഷത്തെ കെടുക്കത്തക്ക നിലയിൽ, അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടത്തക്ക നിലയിൽ ദൈവത്തിന്റെ സ്തോത്രം കൊടിയ പീഡനങ്ങൾ അവർക്ക് ജനത്തിനിടയിൽ ഉണ്ടാകാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. വിശ്വാസി എന്ന് പേർ പറയുന്നവർക്ക് ഒരു സ്ഥലത്ത് ജോലി കൊടുക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? നമ്മുടെ റെസ്യൂമെയിൽ ഒരു വിശ്വാസി, ഒരു ദൈവവേദനാണെന്ന് പറഞ്ഞാൽ ജോലി കിട്ടാത്ത ഒരവസ്ഥ. അതിനേക്കാൾ ഏറ്റവും വലിയ കഠിനമായ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മക്കളാണെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ഹലോ, വില കൊടുത്ത ഒരു തലമുറയുണ്ട്. ഒരു വിശ്വാസിയുടെ മക്കളാണെന്ന് പറഞ്ഞാൽ ഒറ്റ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല, ഒരിടത്ത് ജോലി കിട്ടത്തില്ല.
കൊടിയ പീഡനം സഭയ്ക്കെതിരെ ഉണ്ടായി. വലിയ പീഡനത്തിന്റെ മധ്യത്തിൽ ഒത്തിരി ദൈവമക്കളുടെ മനസ്സ് ക്ഷീണിച്ചു, ഒത്തിരി പേർ തളർന്നു. ഇറങ്ങിയത് വെറുതെ ആയോ? കർത്താവിന്റെ പിന്നാലെ വന്നത് അബദ്ധമായോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്കൊന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത വലിയ പട്ടിണിയിലേക്കും ഞെരുക്കത്തിലേക്കും പീഡനങ്ങളിലേക്കും സഭ മുന്നോട്ട് പോയി. നമ്മുടെ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ സഹിക്കും. പക്ഷെ കുഞ്ഞുങ്ങളുടെ വിഷയമാകുമ്പോഴും കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരൊറ്റ അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ, പഠിക്കാൻ പറ്റില്ല, ഭാവിയില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരു കാല സഭയ്ക്ക് ഒരു അഡ്മിഷൻ പോലും കിട്ടാത്ത, സ്തോത്രം, ജോലിയില്ലെങ്കിൽ ആഹാരമില്ല, വലിയ പീഡനങ്ങൾ ആ കുടുംബങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നി വെറുതെ ആയി പോയോ? ഇവിടെ പാടുന്നൊരു പാട്ടുണ്ട്, ആഴിയെന്ന് ഓർത്തില്ല ആഴ പറഞ്ഞില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ നടുവിൽ. കർത്താവിന്റെ വിളി കേട്ട് അവർ ഇറങ്ങിയത്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അവർ ഇറങ്ങിയത്, കർത്താവിന്റെ ശബ്ദമാണ് അവരെ ആകർഷിച്ചത്. മഷിക എന്നുള്ളൊരു കാഴ്ചപ്പാട് അവരുടെ ഹൃദയത്തെ തട്ടി ഉണർത്തിയത്. പക്ഷെ അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് സഭ കടന്നു പോയപ്പോൾ ഈ സഭയെ ആത്മാവിൽ ഉത്തേജിപ്പിക്കാൻ പൗലോസ് എഴുതുകയാണ്. വന്നത് നഷ്ടക്കച്ചവടമല്ല, ദൈവത്തിന് സ്തോത്രം. ഇറങ്ങിയത് വെറുതെ അല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അഭിഷേകമുള്ളവർ, ആത്മാവിന്റെ നിറവിലെ വചനത്തിന്റെ രാത്രി പറയണം, സകലവും സകലവും നന്മയ്ക്കായി പുനരവതരിപ്പിക്കുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഈ 8-ാം അധ്യായം 28-ാം വാക്യം അണ്ടർലൈൻ ചെയ്ത് പറയാൻ പറഞ്ഞാൽ പറ്റുമോ? സകലവും നന്മയ്ക്കാണോ? ആണോ? അഡ്മിഷൻ പോലും കിട്ടാത്ത, തരാത്ത ഒരു ദൈവത്തെ വേണോ? വേണോ? ജോലി പോലും തരാത്ത ദൈവത്തെ വേണോ? കൂടില്ല. ഹലോ, പരസ്യമായി പുറത്തിറങ്ങി ഒരു വിശ്വാസി എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു ദൈവത്തെ വേണോ? നമുക്കിതൊക്കെ ഉണ്ടല്ലോ. അവർക്കില്ലാത്ത പ്രിവിലേജ്. അവർ മനസ്സുകൊണ്ട് തകർന്നു. അവരെ ആശ്വസിപ്പിക്കാൻ ശക്തരായ അപ്പോസ്തലന്മാരില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഞായറാഴ്ച മെസ്സേജ് വാങ്ങി ബലപ്പെടുത്താം. സാധാരണക്കാരെ മുന്നിൽ നിൽക്കുന്ന വിശ്വാസികളാ. അവർക്കും വചനം എത്ര പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഹലോ, വർഷിപ്പ് ടീം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആരാധിച്ചെങ്കിലും. നമുക്കിതെല്ലാം ഉണ്ട്. സന്തോഷമുള്ളൂ. നമുക്കൊക്കെ ദൈവം തന്ന പ്രിവിലേജ്. നമുക്കൊരു ഉപവാസ പ്രാർത്ഥനയെങ്കിലും ഉണ്ട്, ക്രമീകരിക്കാനുള്ള ഒരു അവസരമെങ്കിലും ഉണ്ട്. ഈ ജനത്തോട് പൗലോസ് പറയുക, വിട്ടത് വെറുതെയല്ല, ഇറങ്ങിയത് നഷ്ടമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, ഈ സഭയെ നോക്കി ആത്മാവ് പറയാം, നിങ്ങൾ ആരാന്നറിയാമോ? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ സമൂഹത്തിൽ ഒരു ചെറിയ നമ്പർ. ദൈവം നിങ്ങൾക്ക് തന്നൊരു പ്രിവിലേജ് വളരെ വലുതാണ്. അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യപദവിയെ ദൈവം നിങ്ങൾക്ക് തന്നത്. ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് വെറുതെ അല്ല. അതിന്റെ പിന്നിലുള്ള ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യപദവിയാണ്. എന്നിട്ട് പൗലോസ് താൻ അനുഭവിച്ച അനുഭവങ്ങളിലൂടെ സഭയെ ആത്മാവിൽ നിന്ന് ബലപ്പെടുത്തുക. അതുകൊണ്ടാണ് 8-ാം അധ്യായം നമ്മൾ ഇന്നലെ വായിച്ചു തുടങ്ങിയെങ്കിലും ആ വാക്യം ഒന്നും കൂടെ വായിപ്പിക്കുന്നു. 35-ാം വാക്യം മുതൽ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു തന്നെ. 35 മുതലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ചു. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, 7 കാറ്റഗറി കാര്യങ്ങളാണ് ദൈവത്തിന്റെ ദാസനായ പൗലോസ് എന്ത് ചെയ്യുന്നത്?
അവതരിപ്പിക്കുന്നു. ഈ അനുഭവങ്ങളിലൂടെയൊക്കെ പൗലോസിനെ ദൈവം കടത്തി പോകും. കഷ്ടതയുണ്ട്, സങ്കടമുണ്ട്, ഉപദ്രവമുണ്ട്, പട്ടിണിയുണ്ട്, നഗ്നതയുണ്ട്, ആപത്തുണ്ട്, വാളുണ്ട്. 7 കാറ്റഗറി. ഈ സഭയെ ഇതിലൂടെ നടത്തുന്നതിന് മുൻപ് പൗലോസിനെ ദൈവം നടത്തും. എന്നാലേ ഇത് പറയാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് പ്രസംഗം പറയും, നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ 2 ഇടി ഞങ്ങൾക്ക്. കാരണം അനുഭവങ്ങളിലൂടെ നമ്മളെ വളർത്തിയെടുത്താലേ നമുക്ക് അധികാരത്തോടെ അത് പറയാൻ പറ്റും. പൗലോസ് ഒരു അമ്മൂമ്മ കഥ പറയല്ല, ഇതൊരു മായാവി കഥയല്ല. ഞാൻ കടന്നുപോയ പാതകൾ പൗലോസ് വിവരിക്കുക. ഒന്നാമത്തെ പദം പൗലോസ് കെയർഫുള്ളി ഉപയോഗിക്കുക. ഒന്നാമത്തെ പദം കഷ്ടത. എന്നെല്ലാവർക്കും ഓർപ്പിച്ചു, ജീവിതം പോലും വെറുത്തു പോകുന്ന പ്രാരാബ്ധങ്ങൾ, വേദനകൾ ജീവിതത്തിൽ അനുഭവിക്കുക. അതിനെ പൗലോസ് വിളിച്ച പേരാണ് കഷ്ടത. ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്ക് കാണാതെ അറിയാവുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകാം. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കും. ആ വാക്കുകൾ നമ്മൾ വായിച്ചു പോയിട്ടുണ്ടല്ലേ? ഒന്നുകൂടെ പറയാം. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ചെയ്യും. നമുക്കെല്ലാം ആഗ്രഹം അവസാനത്തെ വാക്കാണ്. നമുക്കെല്ലാം ആഗ്രഹിക്കുന്നത് അതാണ്. നമുക്ക് എന്തുകൊണ്ടാകണം? പക്ഷെ ഈ പ്രത്യാശ ദൈവമക്കൾ പ്രാപിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ ആരംഭം എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാണ്. എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നിട്ട് പാട്ടുകാരൻ പാടുക, എന്നെ തകർത്തിടാൻ താൻ ഇഷ്ടമെങ്കിൽ. പൗലോസ് പറയുക, ഈ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ഈ കഷ്ടതയൊന്നും എന്നെ തകർത്തില്ല. അതെന്റെ സഹിഷ്ണുതയുള്ളവനാണ്. എൻഡ്യൂറൻസ് എന്നൊരു പദമാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. സഹിക്കാനുള്ളൊരു കൃപ, സഹിക്കാനുള്ളൊരു കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്തു? ഈ സഹിഷ്ണുത എന്ന് പറയുന്നത് വചനത്തിൽ വളരെ വിലപ്പെട്ട ഒരു വാക്കാണ്. ദൈവത്തിന്റെ സ്തോത്രം. സഹിക്കാനുള്ള കൃപ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സ്തോത്രം. ഈ ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു 50 വർഷം കുടുംബജീവിതത്തിൽ പിന്നിട്ട ഒരു അമ്മച്ചിയെ ഒരു ദൈവദാസൻ കണ്ടു. എത്ര വർഷം പിന്നിട്ടു? 50 വർഷം. അപ്പം ഈ അമ്മച്ചിയുടെ ഭർത്താവ് ഒരു മദ്യപാനിയായ മനുഷ്യനാണ്. ക്രൂരമായി അമ്മച്ചി ഒത്തിരി അടിക്കുന്ന, ഉപദ്രവിക്കുന്ന, മുടിയൊക്കെ ചുരുട്ടി ഭിത്തിയലടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. എങ്കിലും 50 വർഷം ഈ മനുഷ്യന്റെ കൂടെ അമ്മച്ചി എന്ത് ചെയ്തു? ജീവിച്ചു. അപ്പം ഒരു ദൈവദാസന്റെ കൗതുകം ഉണ്ടായി. അമ്മച്ചിയുടെ അടുത്ത് എന്ന് ചോദിച്ചു, എങ്ങനെ ഈ 50 വർഷം ഈ മനുഷ്യനെ എന്ത് ചെയ്തത്? സഹിച്ചത്. ആ വാക്കാ ഉപയോഗിച്ചത്, 50 വർഷം. അമ്മച്ചി പറഞ്ഞു, മോനെ, എനിക്ക് ഒത്തിരി വിഷമമൊക്കെ ഉണ്ട്. പലപ്പോഴും ഓർക്കുമ്പോ ജീവിക്കണമെന്ന് പോലും തോന്നത്തില്ല. എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അവസാനം പറഞ്ഞൊരു വാക്ക് എന്നെ സ്പർശിച്ചു. അമ്മച്ചി ഇങ്ങനെ പറഞ്ഞേ, ഡൈവേഴ്സ് ചെയ്യണമെന്ന് പോലും പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്? ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം എന്നെ ഏൽപ്പിച്ചതാണല്ലോ എന്ന് ചിന്തിച്ചപ്പോ ഇതൊക്കെ സഹിക്കാനുള്ള കൃപ ദൈവം എനിക്ക്. അങ്ങനെ ചെയ്യരുതെന്നല്ല, അത് തെറ്റാണെന്ന് എന്റെ അഭിപ്രായം. സ്തോത്രം. ഭാര്യ അടിക്കുന്നവർക്ക് ഞാൻ കത്തർമേശ പോലും കൊടുക്കത്തില്ല. ഞാൻ അങ്ങനെ ഒരാളാണ്. പക്ഷെ അമ്മച്ചിയുടെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ഭർത്താവിനെ അതും അത് ഭാര്യ തിരിച്ചരി പറയുന്ന രണ്ടും പറയും. രണ്ടുമില്ല, രണ്ട് ശരിയല്ല. പക്ഷെ അമ്മച്ചി പറഞ്ഞൊരു വാക്ക്, ദൈവം എന്നെ ഏൽപ്പിച്ചതല്ലേ, എനിക്ക് എങ്ങനെ കളയാൻ പറ്റും? ദൈവത്തിന്റെ സ്തോത്രം. അപ്പം അച്ഛൻ ചെയ്തത് പോസിറ്റീവ് അല്ലെങ്കിലും
ആ അമ്മച്ചിയുടെ സഹിഷ്ണുത, ഞാനതാ ചിന്തിച്ചത്. കാരണം സഹിക്കാനുള്ള ഒരു മനസ്സ്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസമൊക്കെ വർദ്ധിച്ചു, ആളുകളൊക്കെ കുറച്ചും കൂടെ മെച്യൂരിറ്റി ഉള്ളവരായി. പക്ഷെ ഒട്ടും സഹിഷ്ണുതയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിസാര കാര്യം മതി ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു ലോകത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഹലോ, ഒരു കൊച്ചൻ ജീവനൊടുക്കി ഒറ്റ കാരണം അമ്മ പറഞ്ഞു ഫോൺ നോക്കണ്ട. ആ വാക്ക് താങ്ങാനുള്ള ശക്തി. ഒരു വല്ലാത്ത തലമുറ വളർന്നു വരും. നിസാര കാര്യം മതി അവര് പെട്ടെന്ന് എന്ത് ചെയ്യും? വാടിപ്പോ. എന്തില്ല? വിദ്യാഭ്യാസമൊക്കെ വർദ്ധിച്ചു, പക്ഷെ നമ്മൾ പോലും അറിയാതെ എന്ത് പറയുക? മനസ്സിലാകുന്നുണ്ടോ? ഒരു സഹോദരനോ സഹോദരിയോട് എന്തേലും നമ്മളോടൊന്ന് പറഞ്ഞെന്ന് വെച്ചോ, നമുക്കത് കേൾക്കാനുള്ള മനസ്സുണ്ടോ? ഇനി മോശമായിട്ട് ഒരാൾ പറഞ്ഞെന്ന് വെച്ചോ, നമുക്കത് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അതോ നമ്മൾ അതേ സ്പീഡിൽ പ്രതികരിക്കൂ? അത് ഒരാഴ്ച യോഗത്തിന് വരാതിരിക്കൂ? എല്ലാവരും കൂടെ ഉണ്ടോ? നമുക്ക് ആ സഹിഷ്ണുത ഉണ്ടോ? ഈ സഹിഷ്ണുത എന്നുള്ളത് ഒരു വലിയ ദൈവകൃപയാണ്. സഹിപ്പാനുള്ള മനസ്സ്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു മനസ്സ്. ഇടിവിൽ നിൽക്കാനുള്ള ഒരു മനസ്സ്. അങ്ങനെയുള്ള ഒരു നല്ല മനസ്സ് ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിച്ചെടുക്കണം. പൗലോസ് പറയാ, കഷ്ടതകളാണ് നമ്മളെ സഹിഷ്ണുതയുള്ളവരാക്കി തീർക്കുന്നത്. അടുത്ത വാക്ക് പൗലോസ് ഉപയോഗിച്ച് കുറച്ചുകൂടെ ശക്തമാണ്. സഹിഷ്ണുത, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം ക്യാരക്ടർ എന്നൊരു പദമാണ്. നമ്മിലുള്ള സ്വഭാവ ഗുണത്തെ വിശേഷതയുള്ളതാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് കഷ്ടത എന്ന് പറയുന്നത്. നല്ലൊരു സ്വഭാവത്തിന് ഉടമയായി നമ്മളെ എന്ത് ചെയ്യുക? സിദ്ധത, പ്രത്യാശ എന്ത് ചെയ്യുന്നു? അപ്പം കഷ്ടത സഹിക്കുന്നവരുടെ ജീവിതത്തിലാണ് ദൈവം എന്ത് നൽകുന്നത്? പ്രത്യാശ പകരുന്നത്. ഈ വാക്ക് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ അനുഭവിച്ച വേദനകളെ കുറിച്ച് റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാം, ഒന്ന്, ഞാൻ കഷ്ടത സഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടതകളുണ്ട്. മനസ്സുകൊണ്ട് തളരുന്ന, ക്ഷീണിക്കുന്ന, ജീവിതം വെറുത്തു പോകുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പൗലോസ് ഉപയോഗിച്ച രണ്ടാമത്തെ പദം ശ്രദ്ധിച്ച്, എന്താണ്? സങ്കടം. നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? സങ്കടമുണ്ട്. ഓക്കെ, ഞാൻ ഇന്നലെ വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നില്ല. മൂന്നാമത്തെ പദം ഉപദ്രവം. നമുക്ക് ഉപദ്രവം ഉണ്ടോ? ഇല്ല, അപ്പൊ വെട്ടിയേക്കാം. ഓക്കെ, നാലാമത്തെ പദത്തിലേക്ക് പോകുന്നു. അതൊട്ടും ഇല്ലല്ലോ. സ്വതന്ത്രം പറഞ്ഞേ, അതിൽ അതും എന്ത് ചെയ്യാം? നമുക്ക് ബാധകമല്ല. പട്ടിണി ഉണ്ടോ? ഉണ്ടോ? ഇല്ല, വെട്ടി. അടുത്തത് അതൊട്ടുമില്ല. കാരണം അലമാരിക്കകത്ത് എവിടെ കളയുമെന്ന് വെച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഇത് എവിടെ നാട്ടിൽ പോകുമ്പോ ആർക്കെങ്കിലും അപ്പൊ അതിലൊരു തീരുമാനം. അപ്പം അതും നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം. അടുത്തത് ആപത്ത്. നമുക്ക് ആപത്തുണ്ടോ? പൗലോസ് പറയുന്ന ആപത്ത് എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റോ ഉണ്ടാകുന്ന ഒരു ചെറിയ അനർത്ഥമല്ല, ഉന്മൂലനം ചെയ്യാൻ. ഈ പൗലോസ് അപ്പോസ്തലപ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ട്, പൗലോസിനെ കൊന്നുകളയുമ്പോൾ തിന്നുകയോ കുടിക്കുകയോ ഇല്ലെന്ന് ശപഥം ചെയ്ത യഹൂദന്മാരുണ്ട്. അതെന്തോ ശബ്ദമാണ്. നമ്മുടെ കൂട്ടി ഇങ്ങനത്തെ ഉപവാസമൊന്നുമല്ല. എന്ന് വെച്ചാൽ ഈ ഉപവാസം നാളെ ദൈവം വെച്ചാൽ 9 മണിയാകുമ്പോൾ തീരുവാ. നമുക്കൊരു ബലമാണ് അല്ലേ? 10 മാസം കഴിഞ്ഞ് നമ്മുടെ തീരുവെന്നോളം. ഇവരുടെ ഉപവാസം ഇങ്ങനൊന്നും അല്ല, ഒന്നുകളയോളം. എന്തില്ല, എക്സ്പയറി ഇല്ല, തീർക്കോളം ഭക്ഷണം എന്ത് ചെയ്തില്ല. അപ്പൊ നമ്മളെക്കാൾ ഉപവസിക്കുന്ന ശക്തരായ വ്യക്തികൾ യഹൂദന്മാരുടെ ഈ ആപത്തുകളെ പൗലോസ് സൂചിപ്പിക്കുന്നു. കള്ള സഹോദരന്മാരുടെ ആപത്ത്, കാട്ടിലുള്ള ആപത്ത്, വെള്ളത്തിലുള്ള ആപത്ത്, ഒറ്റിക്കൊടുക്കുന്ന ആപത്ത്, ഇല്ലായ്മ ചെയ്യാൻ ഓരോ നിമിഷവും എന്ത് ചെയ്യുക.
ഈ ആപത്തുകളെ അതിജീവിക്കുന്ന ഒരു സഭയായിരുന്നു റോമസഭ. പൗലോസ് പറയും, ഞാൻ അതിനെ അതിജീവിച്ചതാ. ആപത്ത്, അടുത്ത വാക്ക്, രാവിലെ എണ്ണീക്കുമ്പോ തന്നെ മുന്നിൽ കാണുന്ന എന്തോ പലപ്പോഴും റോമ സാമ്രാജ്യത്തിന്റെ അധികാരികൾ ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? ദൈവത്തിന് സ്തോത്രം. ജീവിതം വാളിന് മുമ്പിലാണ്. ഈ എല്ലാ ഞായറാഴ്ചയും കൂടി വന്ന് ആരാധിച്ച് കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു ഗ്രീക്ക് പദമുണ്ട്. അത് നമ്മളും ഈ കതർമേശ കഴിയുമ്പോൾ ഒന്ന് പറയും. ഓർമ്മയുണ്ടോ? പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്തോ അത് നോക്കിയെങ്കിലും വായിച്ചേ. ഒരു ഗ്രീക്ക് പദം മാറാനാഥ. ആ വാക്കിന്റെ അർത്ഥം പേരിന്റെ അർത്ഥം പോലും അറിയുന്നില്ല. നിങ്ങളുടെ പാസ ഞാൻ പലയിടത്ത് പോയി പ്രസംഗിക്കുന്നതാണ്. എനിക്ക് ഇതുപോലൊരു നാണക്കേട് വേറെ പറഞ്ഞ് എന്റെ ആ പേരിന്റെ അർത്ഥമില്ല. നിങ്ങൾ ഇട്ട പേരാണ്, ആ പേരിന്റെ അർത്ഥമില്ലെന്ന് പറഞ്ഞ് കർത്താവ് വേഗം. അവർ ഈ ഗ്രീക്ക് പദം തമ്മിൽ പറഞ്ഞ് ആശ്ലേഷിക്കുമ്പോൾ അവർ തമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത ആഴ്ച കാണാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല. കാരണം വാളിന് മുമ്പിലെ ജീവിതം. ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം, കൊല ചെയ്യപ്പെടാം, ചിരച്ഛേദം സംഭവിക്കാം. പക്ഷെ അവർ പറയുന്നൊരു വാക്ക്, മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഇനി ഇവിടെ വെച്ച് കണ്ടില്ലെങ്കിലും നമുക്കൊരു കാഴ്ചയുണ്ട്. അത് ഉയരത്തിലാണ്. അധികം വൈകാതെ കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാമം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ പ്രത്യാശമുള്ളവർ അന്യോന്യം എന്ത് ചെയ്യുക? സ്തോത്രം. നമ്മളൊരു വെള്ളിയാഴ്ച കൊടുക്കുമ്പോ പറയും, അടുത്ത വെള്ളിയാഴ്ച എന്തുവാ സ്നാക്സ് കൊടുക്കുന്നത്? നമ്മൾ അങ്ങനെയൊക്കെയാ പറയുന്നത് അല്ലേ? ചൊവ്വാഴ്ച എപ്പോഴാണ്? എല്ലാവരും ഇവിടെ ഉണ്ടോ? അവർക്ക് ആ പ്രിവിലേജ് ഒന്നും ഇല്ല. ഹലോ, പാസ് എന്നാ ഡാളസിൽ വരില്ല, അങ്ങനെയൊന്നും ഇല്ല. വരുമെന്ന് ഒരു ഗ്യാരണ്ടി. കാരണം വാളിന്റെ മുമ്പിലാ ജീവിതം. അടുത്ത ആഴ്ച യോഗമുണ്ടോ? ആരാധന നടത്തും? പാടാൻ ആരെങ്കിലും കാണുമോ? ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം ജീവിതം എന്തിനു മുമ്പില? പൗലോസ് പറയാ, ഞാൻ ആ വാളിനെ ജയിച്ചവനാ. എന്നിട്ട് സഭയോട് പറയാ, ഈ വാളിന്റെ മുൻപിൽ നിങ്ങൾ തളർന്നു പോകരുത്. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമാണ് ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത്. ആ വാക്യം ഒന്നുകൂടെ ആവേശത്തോടെ ഞാൻ പറയട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി. ഈ 7 വാക്കുകളെ ഇവരുടെ മുൻപിൽ ഇട്ടുകൊടുത്തിട്ട് പൗലോസ് ഒരു ചോദ്യം ചോദിക്കുക, ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയാ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ അവസ്ഥകൾ ഞാൻ കടന്നുപോയ വഴികളാണ്. പക്ഷെ ഇവയ്ക്ക് ഒന്നിനും എന്നെ വേർതിരിപ്പാൻ കഴിഞ്ഞില്ല. പൗലോസ് ഒരു ജയാളിയല്ലേ അച്ഛാ? ജയിച്ചവനല്ലേ പറയുന്നേ? ഞാൻ ഈ വാളിനെ ജയിച്ചവനാ, ഞാൻ ഈ കഷ്ടതയെ ജയിച്ചവനാ, ഞാൻ ഈ ആപത്തുകളെ ജയിച്ചവനാ, ഞാൻ ഈ വെല്ലുവിളികളെ ജയിച്ചവനാ. കാരണം എന്നെ ആ ദൈവത്തോട് ചേർത്ത് നിർത്തിയ ഒരു ഘടകമുണ്ട്. അത് സ്നേഹമാണ്. Who can separate me from the love of God? ഈ പ്രതിസന്ധികളെ ഒക്കെ അതിജീവിക്കാൻ ഒറ്റ മാർഗം ആ സ്നേഹത്തോടുകൂടിയിരിക്കണം. ഈ ഉപവാസത്തിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രായോഗിക നിർദ്ദേശം, നാളുകൾ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ഉപവാസത്തിൽ ആ സ്നേഹത്തോടെ നീ ഒന്ന് ബന്ധിപ്പിച്ച്, ആ സ്നേഹത്തോടെ നീ ഒന്ന് ഒട്ടിച്ച്, വേർപിരിഞ്ഞു പോകാതെ, പിന്മാറി പോകാതെ, രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക. അതിനൊരു വിള്ളൽ വരാതെ, പിശാച് അതിനകത്ത് ജയമെടുക്കാതെ, ആ ബന്ധത്തെ ഉലച്ചു കളയാതെ, വരും നാളുകൾ ആത്മീയ ജീവിതത്തിൽ തുണയും നിലനിൽപ്പാനുള്ള ഒരു കരുത്തും ബലവും ദൈവങ്ങളുടെ ഈ ദിവസങ്ങൾ എന്റെ മേൽ പകരണമെന്ന് എത്ര പേർ ആത്മാർത്ഥമായി ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അഭിഷേകമുള്ള ദൈവങ്ങൾ ഇന്ന് രാത്രി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊള്ളട്ടെ.
നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ എന്നെ വളരെ ആകർഷിച്ചു. 37-ാം വാക്യം കേട്ടോ. ആരെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തിയത് വായിക്കണം. എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് 37-ാം വാക്യം ഒന്ന് വായിച്ചു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ഭാഗിക ജയമല്ല, ഇതിലൊക്കെയും. ഏതായാലും നമുക്ക് അത്രയും വിഷയങ്ങളില്ലല്ലോ, ഉണ്ടോ? ഞാൻ ലിസ്റ്റ് വായിക്കാൻ കാര്യം, നമുക്ക് അത്രയും ലിസ്റ്റ് ഇല്ലല്ലോ. ചിലത് നമ്മൾ വെട്ടിയില്ലേ? എന്റെ കൂടെ നിങ്ങളില്ല. 7-ൽ പലതും നമ്മൾ വെട്ടിയില്ലേ? രക്തത്താൽ ജയമെടുക്കുക. ഇവിടെ വാളിന്റെ മുൻപിലല്ലല്ലോ, നഗ്നതയില്ലല്ലോ, പട്ടിണി നമുക്കില്ലല്ലോ. ദൈവം അതൊക്കെ മാറ്റി തന്നില്ലേ? ഇത്രയും വലിയ പ്രതിസന്ധികൾ നമുക്കില്ലല്ലോ. പക്ഷെ പൗലോസ് പറയും, എന്നെ വേർപിരിപ്പാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും. ഇത് നമ്മുടെ സാക്ഷ്യമാകണമെന്ന ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. None of this can separate me from the love of God. ഇതിനൊന്നിനും എന്നെ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും. ഉപവാസ പ്രാർത്ഥന ഇതിലൊരു ജയമായി മാറണം. ചില നിരാശകളെ, ചില രോഗങ്ങളെ, ചില പ്രതിസന്ധികളെ, ചില മാനസിക സമ്മർദ്ദങ്ങളെ ആത്മാവിൽ ജയിച്ച് കരുത്തുള്ളവരായി കുതിച്ചെഴുന്നേൽക്കാൻ ഇന്ന് രാത്രി തന്നെയുള്ള ദൈവമക്കൾ ആത്മാവിൽ അന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എനിക്കതിനുള്ള ബലമില്ല, എനിക്കതിനുള്ള ശക്തിയില്ല, എനിക്കതിനുള്ള കരുത്തില്ല, എനിക്കതിനുള്ള ധൈര്യമില്ല. ഇന്ന് രാത്രി അഭിഷേകം ഈ ഹോളിനകത്ത് വ്യാപരിക്കണമെന്ന് ഓരോ കുടുംബങ്ങളിലും ആ ദൈവ സാന്നിധ്യത്തിലാണ്. ഇതിലൊക്കെയും ഞാൻ ഈ വചനം പറയുമ്പോൾ മന്ദീഭവിച്ച ചില മനസ്സുകളുണ്ട്, തളർന്ന ചില കൈകളുണ്ട്, കുഴഞ്ഞ ചില മുഴങ്കാലുകളുണ്ട്, മനസ്സിൽ മുറിവേറ്റ ഒത്തിരി പേരുണ്ട്. ഇന്ന് രാത്രി ജയിക്കാൻ നമുക്ക് ബലമില്ല, നമുക്ക് കരുത്തില്ല. ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ കൃപയാണ്. പക്ഷെ ഞാൻ ഇതിനെ ജയിക്കുമെന്ന് തന്റെ ഇടത്തോടെ പറയാം. അഭിഷേകമുള്ള എത്ര ദൈവങ്ങൾ ഇന്ന് രാത്രികളിലുണ്ട്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണതയും. നമ്മൾ എപ്പോഴും ഓർത്തോണം, ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോയ പൗലോസ് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും ദൈവം ആൻസർ കൊടുത്തിട്ടില്ല. ചിലതൊക്കെ ഒരു മിസ്റ്ററിയാണ്. ചിലത് എന്താ ദൈവം അനുവദിക്കുന്നത് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യ സ്വഭാവം ദൈവം അനുവദിച്ചിട്ടുണ്ട്. ചില ശോധനകൾ ദൈവം മാറ്റും, ചിലത് ദൈവം മാറ്റില്ല. ഒരു മുള്ളുപോലെ നമ്മുടെ മുൻപിൽ ദൈവം ചെയ്യും. ഈ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വിഷയമാണ്, ജഡത്തിലുണ്ടായ ശൂലം ഒന്ന് മാറ്റി തരണം. അതൊരു വല്ലാത്ത വേദനയാണ്, ഒരു വല്ലാത്ത വേദനയാണ്. ഈ ജഡത്തിലെ ശൂലം എന്ന് പറയുമ്പോൾ ഒരു കമന്ററിയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, പൊട്ടി പഴുപ്പ് പുറത്തേക്ക് ഒഴുകുന്ന ഒരു രോഗം പൗലോസിനുണ്ടായിരുന്നു. അത് കാലിൽ ഉണ്ടായ വലിയൊരു മുറിവ്. അതിനെക്കുറിച്ച് ജോസീഫസ് പറയുന്നത്, 1 കുറയെ 40 അടി 5 വട്ടം കൊടുക്കും. നമ്മുടെ കർത്താവിനെ അടിച്ചതുപോലെ പൗലോസ് ഒത്തിരി അടി കൊടുക്കും. ഈ അടിക്കുന്നതെന്ന് പറയുന്നത് ഈ ചൂരല് കൊണ്ടോ നമ്മുടെ കൊച്ചു വടി കൊണ്ടൊന്നുമല്ല, പുളിവടി കൊണ്ടൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ഇഷ്ടികയും ഇരുമ്പും സൈഡിൽ തുന്നിച്ചേർത്ത, ദൈവത്തിന് സ്തോത്രം, ചാട്ട വെച്ച് ശരീരത്തിൽ അടിക്കും. ആ ശരീരത്തിൽ അടിക്കുമ്പം ഈ ഇരുമ്പ് ശരീരത്തിലേക്ക് തുളച്ചു കയറി ഇത് പുറത്തേക്ക് വലിക്കുമ്പോൾ ഇത് പറഞ്ഞു മാറും. കർത്താവിനെ അടിച്ചതും അങ്ങനെ. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറും, വിരൂപമായി പോയ. കർത്താവ് അടി കൊണ്ടതുപോലെ പൗലോസ് 5 തവണ 1 കുറയെ 40 അടി കൊണ്ടു. ഈ അടിയിൽ പറഞ്ഞു പോയ സ്കിന്ന്, അതിൽ നിന്ന് ദുർഗന്ധം, പഴുപ്പ്
വരിക. ഓരോരുത്തർക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഓരോ വീടുകളിൽ താമസിക്കുമ്പോൾ ഒക്കെ ഒരു അസഹനീയമായ ദുർഗന്ധമായി എന്ത് ചെയ്യുക മാറുക. ഈ ദുർഗന്ധത്തെ കുറച്ചു കഴിയുമ്പോൾ മനുഷ്യനല്ലേ മനസ്സുകൊണ്ട് എന്ത് ചെയ്യും? തളരും. ആ ദൈവത്തോട് പൗലോസ് പറഞ്ഞു, ഈ ശൂലം എന്റെ ശരീരത്തിൽ നിന്ന് മാറ്റുക. ന്യായമായ പ്രാർത്ഥന റിക്വസ്റ്റാ. കാരണം എത്രയോ സ്ഥലങ്ങളിൽ സഭ സ്ഥാപിച്ചൊരു മനുഷ്യൻ, എത്രയോ വീടുകളിൽ പോയി പാർക്കണം. ഇന്നത്തെ പോലുള്ള ഹോട്ടൽ സംവിധാനങ്ങളൊന്നുമില്ല. മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാകരുത് എന്ന് കരുതി പൗലോസ് പ്രാർത്ഥിക്കുക, എങ്ങനെയെങ്കിലും ഈ ശൂലം എന്നിൽ നിന്ന്. പക്ഷെ കർത്താവോട് കൊടുത്തൊരു മറുപടി, എന്റെ കൃപ. ചിലത് ദൈവം നീക്കത്തില്ല, പക്ഷെ കൃപ തരും. എന്റെ ശക്തി ബലഹീനതയിൽ. ഇതൊക്കെ പൗലോസ് എഴുതിയ കൊരിന്ത്യ ലേഖനത്തിൽ വരുമ്പോൾ താഴെ എഴുതിയ ഒരു വാക്കാണ് എന്നെ ചലിപ്പിച്ചത്. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുകയാണ്. ഒരു ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതകളാണ്. ദൈവം അനുവദിച്ച ചില മുള്ളുകളാണ്, ദൈവം അനുവദിച്ച ചില വേദനകളാണ്. ഇന്ന് രാത്രി ചിലരോട് പറയാം, ചിലത് ദൈവം എടുത്തു മാറ്റില്ല, പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള കൃപ നിന്റെ മേൽ പകരാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുക? പൗലോസിനേക്കാൾ പത്രോസിനേക്കാൾ ശിഷ്യന്മാർ അനുഭവിച്ച കൊടിയ പീഡനങ്ങളെക്കാൾ എത്രയോ നല്ല ഒരു ജീവിത സാഹചര്യത്തില് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു അഡ്മിഷൻ കിട്ടാതിരുന്നിട്ടില്ലല്ലോ. എല്ലാവരും ഇവിടെ ഉണ്ടോ? നമുക്കൊരു ജോലി ദൈവത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഒരു ഡിസ്ക്രിമിനേഷൻ അങ്ങനെ നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ആ ജയിക്കാനുള്ള കൃപ റോമ സഭയ്ക്ക് ലഭിച്ചെങ്കിൽ നമ്മളെയും കരുത്തുള്ളവരായി ഈ തലമുറയിൽ നിർത്താൻ ദൈവത്തിന് കഴിയുമെന്ന് നാമോ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം. ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഒറ്റ മാർഗ പൗലോസ് പറയുന്നത്, കർത്താവിനെ ഒത്തിരി അങ്ങ് സ്നേഹിച്ച സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എത്ര വർദ്ധിക്കുന്നു അത്രത്തോളം രക്തത്താൽ ജയമെടുക്കുക. നിങ്ങൾ ഈ നായ്ക്കളെ കണ്ടിട്ടുണ്ടോ? അത് യജമാന്മാരെ അല്ലെങ്കിൽ അതിന് ആഹാരം കൊടുക്കുന്നവരെയൊക്കെ കാണുമ്പോൾ വാലും ചെയ്യും, ആട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ സ്നേഹം അത് പ്രകടിപ്പിക്കും. അപ്പം ഒരു ചിന്ത എനിക്കിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരു തവണ വാലാട്ടിയാൽ പോരെ, 2 ചെയ്താൽ പോരെ, 3 കാണിച്ചാൽ പോരെ, ഇതിനെ ഓവറാക്കുന്നേ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തിന്റെ അത് എത്ര തവണ വാലാട്ടും അതിനെ അറിയത്തില്ല. അതിന്റെ ആ സ്നേഹം എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുമോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം കൊടുത്ത് കാണത്തുള്ളൂ, പക്ഷെ ആ നായ്ക്ക് ആ യജമാനുള്ള സ്നേഹം എന്തോ. പ്രിയരെ, ഈ രക്ഷ നമുക്ക് നൽകിയ കർത്താവിനെ ആഴമായി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ജയാളികളാണ്. ജയാളികൾ എന്നൊരു വാക്കിന് എനിക്ക് തോന്നുന്നു മലയാളത്തിനേക്കാൾ കൂടുതൽ ശക്തമായി ഇംഗ്ലീഷിലൊക്കെ ഓവർകമേഴ്സ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത് മൂലഭാഷയിൽ. ഓവർകമേഴ്സ്. ഓവർകമേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം അതിജീവിക്കുന്നവരെന്നാണ്. ഏത് സാഹചര്യങ്ങളെ അതിജീവിപ്പാണ് കൃപ. ഉപവാസത്തിൽ അങ്ങനെ ഒരു കരുത്ത് എനിക്ക് വേണം. വളരെ ദൈവസന്നിധിയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. 2 ദിനങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാനും ദൈവവചനം കേൾക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നെ അകറ്റുന്ന ഒത്തിരി ഘടകങ്ങൾ, ഒരുപക്ഷെ ചില നിസ്സാര കാര്യങ്ങളായിരിക്കും. നമുക്ക് ദുഃഖം തോന്നുന്നുണ്ടോ? ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളായിരിക്കും നമ്മുടെ കൃപയിൽ നിന്ന് നമ്മുടെ സന്തോഷം. ഈ വചനം 2 ദിവസം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് വിലയിരുത്താൻ പറ്റുന്നുണ്ടോ? എവിടെയൊക്കെയോ ആ ബന്ധത്തിന് വിള്ളലുണ്ടായിട്ടുണ്ടായി. രാത്രിയിൽ ആ ബന്ധത്തെ വിളക്കി ചേർക്കുന്ന, ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ കരയുടെ വ്യാപരിക്കണം. വില കൊടുത്തൊരു തലമുറ ഞങ്ങളുടെ മുൻപിലുണ്ട്. ത്യാഗം സഹിച്ചൊരു തലമുറ മുൻപിലുണ്ട്. വാളിന്റെ മുന്നിൽ പകച്ചുപോയൊരു തലമുറ ഞങ്ങളുടെ മുൻപിലുണ്ട്. ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ട ഒരു തലമുറ ഞങ്ങളുടെ മുൻപിലുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ചെറിയ കാര്യങ്ങളുടെ മുമ്പിൽ കൃപ പോകല്ലപ്പ. നിസ്സാര കാര്യങ്ങളുടെ മുമ്പിൽ ആ സ്നേഹം കുറയല്ലപ്പ. പലപ്പോഴും ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ആരാധിക്കാൻ കഴിയാതെ
പ്രാർത്ഥിക്കാൻ കഴിയാതെ, ഉപവസിക്കാൻ കഴിയാതെ, സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോയ ഒത്തിരി ഘടകങ്ങളുടെ ദൈവത്തിനുണ്ടായി. ക്ഷമിക്കണമെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഞങ്ങളെ കഴുകണം, ഞങ്ങളെ ശുദ്ധീകരിക്കണം. നിസ്സാര കാര്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടില്ലേ? ഇന്ന് രാത്രി നിങ്ങൾ ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ 2 ദിവസം കേട്ട വചനമൊന്ന് കാതിൽ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം, സ്വയം ഒന്ന് വിലയിരുത്തണം. റോമസഭ അനുഭവിച്ച ഒരു വലിയ പീഡനം, അവരനുഭവിച്ച വേദന, വില കൊടുത്തൊരു തലമുറ നമ്മുടെ മുമ്പിലുണ്ടായി. അപ്പൊ ദൈവം എനിക്കൊരു തന്ന ആയുസ് വിശ്വസ്തയോടെ അങ്ങേ മാത്രം സ്നേഹിച്ച് അങ്ങയോട് മാത്രം ചേർന്നിരിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാം. വചനത്തിന് മുൻപിൽ സമർപ്പിക്കുക. സമാധാനത്തോടെ ദൈവം നമ്മെ മടക്കി അയക്കട്ടെ. നാളെ നടക്കുന്ന വിശുദ്ധ ആരാധന നമുക്ക് അനുഗ്രഹമായി സ്വർഗം തീർക്കട്ടെ. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ദൈവം വിടുവിക്കട്ടെ. പ്രിയവാന്മാരൊരു പൂർണ്ണ സൗഖ്യം ദൈവം നൽകട്ടെ. സ്നേഹിക്കൊരു പൂർണ്ണ വിടുതൽ ദൈവം നൽകട്ടെ. ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂർണ്ണ സൗഖ്യം പ്രിയ പൈതൽ ദൈവം നൽകട്ടെ. ദൈവം അവരെയൊക്കെ സൗഖ്യമാക്കട്ടെ. നമുക്ക് അതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകത്തോടെ ബലത്തോടെ നാളെ പകൽ ജനത്തെ